ഹേ ഗായ്സ്, വെൽക്കം ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. അഡിയോസ് അമിഗോസ് ആസിഫ് അലി സുരാജ് വെഞ്ഞാറമൂട് കോംബോയിൽ വന്ന് നഹാസ് നാസർ സംവിധാനം ചെയ്ത പുതിയ മലയാള സിനിമ അഡിയോസ് അമിഗോസ്. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ആക്ടിംഗ് ആണ്. ആസിഫ് അലി, സുരാജ്, ഈ രണ്ടു പേരുടെയും തകർപ്പൻ പെർഫോമൻസ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുക. പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം ഒരു വൈബായിട്ടുള്ള ഒരു തെറിച്ചു നിൽക്കുന്ന ക്യാരക്ടറാണ്. ലൈക്ക് ഒരു ട്രെയിലർ കണ്ടവർക്ക് അറിയാം, ഒരു വെള്ളടിച്ച് നടക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ കയ്യിൽ ഒതുങ്ങാത്തൊരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതിനെ നല്ല തന്മയത്തോടെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് മൂപ്പർ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ആ ഒരു ക്യാരക്ടറിന് ഒരു അപാകത വരുത്താണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ക്ലിയർ ആയിട്ട് ആസിഫ് അലി പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടറിനെ ത്രൂ ഔട്ട് കൊണ്ടുപോവാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു വൈബിൽ നിൽക്കണം. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ തെറിച്ച് നിൽക്കണം. ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു അലമ്പൻ ക്യാരക്ടറായിട്ട് വെള്ളടിച്ച് അലമ്പാക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതേസമയം ആ ക്യാരക്ടറിന്റെ ഒരുപാട് ഫീലിങ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന സംഭവം കൂടിയാണ്. സോ ഇതിനൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ആസിഫ് അലി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സുരാജിന്റെ എനിക്ക് തോന്നുന്നു മൂപ്പർ ചെയ്യുന്ന പൊതുവെ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. പേര് മാത്രം ഇതിൽ വ്യത്യസ്തമായിട്ട് വരുന്നുള്ളൂ എങ്കിലും ചില സീനുകളിൽ മൂപ്പർ ചെയ്യുന്ന അല്ലെങ്കിൽ മൂപ്പർ കയ്യിൽ നിടുന്ന ഓരോ എക്സ്പ്രഷൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. വളരെ സാധാരണക്കാരനായിട്ടുള്ള പണം ഒരുപാട് ആവശ്യമുള്ള ക്യാരക്ടറായിട്ട്, പ്രത്യേകിച്ച് ഒരു സന്ദർഭത്തിൽ പണത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു അവസ്ഥയിലൂടെ പോണ സമയത്ത് ഈ ക്യാരക്ടർ പോകുന്ന ഒരു ലൈഫുണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ മൂപ്പർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചില എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞത് ക്ലൈമാക്സിൽ മൂപ്പർ ഒരു സാധനം ഇടുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഭയങ്കര രസമുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾ നിൽക്കും. പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ ഈ ഒരു കഥാപാത്രം എന്തായാലും നിൽക്കും. അത്രത്തോളം ഗംഭീര പെർഫോമൻസ് ആണ് രണ്ടാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവർ രണ്ടാളാണ് ഈ സിനിമയിൽ മെയിൻ ലീഡ് റോൾസ്. ഇവർ രണ്ട് തന്നെയാണ്. പിന്നെ നായികയായിട്ട് അനഘയുണ്ട്. കുറച്ച് സീനിലേ ഉള്ളൂ, കുഴപ്പമില്ല ചെയ്തു. പക്ഷേ ഒരു ലിപ്സിങ്ക് കറക്റ്റ് ആവാത്തതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഇവരെ കൂടാതെ കുറച്ച് എന്താ പറയുക, ചെറിയ ചെറിയ റോളുകളിൽ വന്നിട്ട് പോയ ആൾക്കാരുണ്ട്. നമ്മുടെ അൽത്താഫ് സലീം എനിക്കൊന്നൊരു 10-15 മിനിറ്റേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് തന്നെ ആളുടെ സ്ഥിരം ശൈലിയിൽ മൂപ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീതട്ടില് ചെറിയ റോളാണ്, ഭയങ്കര സംഭവമായിട്ടൊന്നും പറയാനില്ലെങ്കിലും ഓക്കെ, ജസ്റ്റ് ഗുഡ് എന്നല്ല. പിന്നെ നമ്മുടെ ഷൈൻ ടോൺ ചാക്കോ, എന്റെ പൊന്നെ, അവസാനത്തെ ഒരു 20 മിനിറ്റ്, എനിക്കൊന്ന് അരമണിക്കൂർ ഉണ്ടോന്ന് അറിയില്ല, ഒരു 20 മിനിറ്റ് ഉണ്ടാവുള്ളൂ. നമുക്കറിയാലോ പുള്ളി ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്ത് വെക്കുന്ന രീതി നമുക്കറിയാലോ. അങ്ങ് അഴിഞ്ഞാടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഓരോ ആറ്റിറ്റ്യൂഡ് പോലും അല്ലെങ്കിൽ കയ്യിലിടുന്ന ഓരോ ആക്ഷൻസ് പോലും ആ രീതിക്കായിരുന്നു. ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്ദു, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. എല്ലാവരും പേരങ്ങനെ ഓർമ്മയില്ല. എല്ലാവരും അവർക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് ഗംഭീരാക്കിയിട്ടുണ്ട്. നല്ലൊരു സ്ക്രീൻ പ്ലേ ഈ സിനിമയ്ക്ക് ഉണ്ടോ വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഹാഫ് നല്ലൊരു സ്ക്രീൻ പ്ലേ തന്നെയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വലിച്ചിലുണ്ട്. അതായത് കഥയെ കൊണ്ടുപോകുന്ന രീതിക്ക് ഒരു വലിച്ചിലുണ്ട്. 2.5 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. പക്ഷെ കുറച്ചും കൂടി ട്രിം ചെയ്യാമായിരുന്നു എനിക്ക് തോന്നിയിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിന്റെ ഒരു മിഡിലോട് കൂടിയിട്ട് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഈ കഥ എങ്ങനെയാണ് പോവാന്നുള്ളത്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ ത്രൂ ഔട്ട് നല്ല എൻഗേജിങ് ആയിട്ടാണ് സിനിമ പോകുന്നത്. നഹാസ് എന്ന് പറഞ്ഞ സംവിധായകൻ ആൾക്ക് കഴിയുന്നതിന്റെ മാക്സിമം ലെവലിൽ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു റോഡ് മൂവി, ഒരു ട്രാവൽ മൂവി എന്നാണ് പറയാം. കാരണം ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് സുരാജും ആസിഫ് അലി രണ്ടുപേരുടെ ക്യാരക്ടർ തമ്മിൽ കണ്ടുമുട്ടുന്നതും, രണ്ടാളും രണ്ട് ക്യാരക്ടറാണ്, 2 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഇവർ തമ്മിൽ ഒന്നിക്കുന്നതും, ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയാ സൗഹൃദവും അതിന്റെ ഒരു കോമ്പാണ്. കാരണം ഇവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രസമായിരുന്നു. സോ സ്ക്രിപ്റ്റ് വൈസ് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു വലിച്ചിലുണ്ട്. അല്ലാത്ത പക്ഷം അടിപൊളിയായിരുന്നു. ജെക്സ് ബിജോയും ഗോപി സുന്ദറാണ് ഇതിന്റെ മ്യൂസീഷ്യൻസ്. ജെക്സ് ബിജോയി എനിക്ക് തോന്നുന്നു കൂടുതലും ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് സിറ്റുവേഷനിൽ നല്ല രീതിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെക്സ് ബിജോയി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ആ സമയത്തിലും ചില ഇമോഷണൽ സീൻ സമയത്ത് അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് മൂപ്പർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗോപി സുന്ദറിന്റെ സോങ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണേ നമ്പി മരമിരിപ്പു, ആ ഒരു സംഭവം നല്ല രസമുണ്ടായിരുന്നു. കാരണം അതൊരു സിനിമയുടെ തുടക്കത്തിലാണ് ആ പാട്ടുള്ളത്. ഒരു ട്രാവലിങ്ങിലൂടെ പോകുന്നതുകൊണ്ട് ഒരു കൊച്ചിയിലത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ ഒരു പഴയ പാട്ട് എനിക്കതൊന്നും ഓർമ്മ കിട്ടുന്നില്ല, അത് അവിടെ പ്ലേസ് ചെയ്ത ഒരു ഭംഗിയായിട്ട് തോന്നി. ആ ഒരു സീൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആ പാട്ടോടെ പ്ലേസ് ചെയ്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെയുള്ള ഒരു പാട്ട് അതത്ര ഒരു സിറ്റുവേഷൻ ഓക്കെ ആവാത്ത പോലെ തോന്നി. വേറെ എന്തെങ്കിലും പാട്ട് വന്നു ചിലപ്പോൾ കുറച്ചും കൂടിയും ഭംഗിയാവായിരുന്നു. പിന്നെ ഒരു ലവ് സോങ് പോലെ ഉണ്ട്, ചെറിയൊരു ഷോർട്ടേ ഉള്ളൂ, അത് ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ 4 പാട്ടുകളുണ്ട്, അതിൽ ഓക്കെ, ജസ്റ്റ് ഓക്കെ എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ DOP അതുപോലെ എഡിറ്റിങ് എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. കട്ട്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ ഓൾ ഓവർ ഈ സിനിമ നല്ല രസമുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് അധികം ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം സിനിമ കണ്ട് കഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു ഫീല് കിട്ടും. നമ്മൾ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്, ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ സെക്കൻഡ് ഹാഫിലേക്ക് പോണ സമയത്ത് ഇതിനു മുകളിലേക്ക് എന്തൊക്കെയോ ഇനി വരാനുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തോന്നുമെങ്കിലും ആ രീതിയിലേക്ക് എത്തുന്നില്ല. അത് പല രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അത് ഈ ഒരു കഥയ്ക്ക് അങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുക, സിറ്റുവേഷൻ അങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുക. സോ ഓൾ ഓവർ 2.5 മണിക്കൂർ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ലാഗ് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ നല്ലൊരു സിനിമയാണ്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല തമാശകളുള്ള നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന സിനിമയാണ്. സോ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. സിനിമ കണ്ടവനാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് കമന്റിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രിപ്ഷൻസ് വളരെ കുറവാണ്, ഞാൻ 500 പോലും തയ്ച്ചിട്ടില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ശരിക്കും എനിക്ക് മുമ്പോട്ടുള്ള പ്രചോദനം ഉണ്ടാവുക. സോ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും അഡിയോസ് അമീഗോ.